ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ശ്രീരേഖ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ശ്രീരേഖ പറയുന്നത് ഇങ്ങനെയാണ്. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് ഒരു കൂട്ടും എനിക്കുണ്ടായിരുന്നില്ല. അന്ന് ഈ ക്യാമറകൾ മാത്രമേ എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൂട്ടുണ്ട്. ഒരുപാട് പേരുടെ കരയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരെ കൂട്ടായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്നാണ് നമ്മുടെ ശ്രീരേഖ പറയുന്നത്. എന്തായാലും ജിൻഡോ ചേട്ടനൊക്കെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. പോകുന്ന സമയത്ത് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട്, ചേച്ചിയോട് ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരുമായിട്ടും നല്ല മിങ്കിളായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ ശ്രീരേഖ എന്നുള്ളതാണ്. എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ പ്രത്യേകിച്ച് പെർഫോമൻസ് കാര്യങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ ശ്രീരേഖ കൊടുക്കണമെങ്കിൽ അത് തകർത്ത് അഭിനയിക്കുന്ന ഒരു ആളാണ് ശ്രീരേഖ. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തായാലും കുറച്ച് മുമ്പേ എവിക്റ്റായി പോകേണ്ട ആളായിരിക്കണം ചിലപ്പോൾ ശ്രീരേഖ എന്നുള്ളതാണ്. പവർ ടീമിൽ കയറിയത് കൊണ്ടായിരിക്കണം ഇത്ര നീണ്ടുപോയത് എന്നും അറിയാം. എന്തായാലും ശ്രീരേഖ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിന്നെ ശ്രീരേഖ പറയുന്നുണ്ട്, അന്ന് ക്യാമറ തുടച്ചത് ഞാനാണ് എന്നുള്ള ഫണ്ണി ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനാണ് തൊട്ട് നോക്കിയത് ക്യാമറയിൽ, അപ്പൊ അറിയാതെ എന്റെ കൈ അവിടെ തട്ടി. അപ്പൊ ആ ക്യാമറ തുടച്ച കാര്യം ഞാൻ തന്നെയാണ് എന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ശ്രീരേഖ എവിക്റ്റ് ആയിട്ടുണ്ട്.